മഞ്ചേരിയിലെ സത്യസരണിയും ഗ്രീൻ വാലി അക്കാഡമിയും ഭീകരത വളർത്തുന്ന കേന്ദ്രങ്ങളും. നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA തുടരുന്ന തെളിവെടുപ്പിൽ മലപ്പുറം മഞ്ചേരി പോപ്പുലർ ഫ്രണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. ഗ്രീൻ വാലിയിലെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ പലതും പിടിച്ചെടുത്തു. പ്ലാപ്പറ്റയിലെ ഗ്രീൻ വാലി അക്കാഡമിയിലെ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും ഫോണുകളും കമ്പ്യൂട്ടറുകളുമാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഏജൻസി പിടിച്ചെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ ഇവിടെ വന്ന് ക്ലാസുകൾ എടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളും ഏജൻസിക്ക് ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ടിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തതിന്റെ രേഖകളും NIA സംഘം പിടിച്ചെടുത്തു. പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയ അഭിമന്യു വധത്തിലെ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു NIA റെയ്ഡ് നടത്തിയത്. മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപനങ്ങളും ഓഫീസുകളും NIA പൂട്ടി സീൽ ചെയ്യുമ്പോൾ ഗ്രീൻ വാലിയെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ അപ്പോഴും ഏജൻസികൾ ഗ്രീൻ വാലിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഓപ്പറേഷൻ ഒക്ടോപസിന്റെ 3ാം ഘട്ടത്തിലെ ഈ മിന്നൽ പരിശോധനയിലും പോലീസിനെ അറിയിക്കാതെയാണ് NIA എത്തിയത്. റെയ്ഡിൽ NIAക്ക് ലഭിച്ചിട്ടുള്ള 2 ഹാർഡ് ഡിസ്കുകളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധങ്ങൾ തെളിയിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ മതപരമായ അസഹിഷ്ണുതകളും വർഗീയതയും വർദ്ധിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ കുത്തിനിറച്ച വൻതോതിലുള്ള പുസ്തക ശേഖരവും അവിടെ നിന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീൻ വാലിയോട് അനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലൈബ്രറി പരിശോധിച്ചപ്പോഴാണ് കടുത്ത വർഗീയത കുത്തിനിറച്ച പുസ്തകങ്ങൾ കണ്ടെത്തിയത്. ഈ പുസ്തകങ്ങളുടെ രചയിതാക്കളെയും പ്രസാധകരെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും വക്രീകരിക്കാനും നിഷേധിക്കാനും പ്രേരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങളാണ് ഇത്. ഈ കൂട്ടത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തതിന്റെ രേഖകളും വിവിധ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് സംഘാംഗങ്ങൾക്ക് ആയുധ പരിശീലനം നൽകിയതിന്റെ തെളിവുകളും NIAക്ക് ഈ റെയ്ഡിലൂടെ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ മഞ്ചേരിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സത്യസരണി എന്ന ഇസ്ലാമിക മതപഠന കേന്ദ്രത്തെക്കുറിച്ചും വളരെ വ്യാപകമായ ആരോപണങ്ങൾ പലതവണ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വളരെ പ്രധാനപ്പെട്ട വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം ഉടലെടുത്തത് സത്യസരണി കേന്ദ്രീകരിച്ചാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതര മതസ്ഥരായ പെൺകുട്ടികളുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് അവരെ സത്യസരണിയിൽ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച് വിവിധ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഇരയാക്കുന്നുവെന്ന കനത്ത ആരോപണമാണ് ഇവർക്കെതിരെ പലരും ഉന്നയിച്ചിട്ടുള്ളത്. സത്യസരണി പോലുള്ള സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് ഇതര മതസ്ഥരായ പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതെന്ന് വ്യക്തമായ ചില റിപ്പോർട്ടുകളും മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. അതിനവർ പ്രധാനമായും അവലംബിക്കുന്നത് പ്രണയ കുരുക്കുകളാണ്. ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പുറമേ പറയുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന സംഭവങ്ങൾ തികച്ചും ദുരൂഹം തന്നെയാണ്. ഇവിടെയാണ് അഖിലയെ ഹാദിയായും അപർണയെ ആയിഷയായും മതപരിവർത്തനം ചെയ്തെടുത്തത്. മഞ്ചേരിയിൽ NIA നടത്തിയ റെയ്ഡോടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ബാന്ധവത്തോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കൂടുതൽ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.